നമസ്കാരം, ഇത് IBN മലയാളം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്, വോട്ടെണ്ണൽ 8-ന്. ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. 7ാം നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 15-ന് അവസാനിക്കും. 70 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. രാഷ്ട്രീയ ആരോപണങ്ങളും പ്രചാരണ തന്ത്രങ്ങളുമായി കടുത്ത ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷിയാവുക. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപേ തന്നെ ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് BJPയുടെ പ്രചാരണം. അതേസമയം വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആം ആദ്മി പാർട്ടി പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നു. 3ാം തവണയും അധികാരം നിലനിർത്താനുള്ള പ്രചാരണത്തിന് കെജ്രിവാളാണ് നേതൃത്വം നൽകുന്നത്. അതേസമയം കെജ്രിവാളിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് BJP പ്രചാരണം ശക്തമാക്കുന്നത്. അതേസമയം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം സുതാര്യമായാണ് നടക്കുന്നത്. വോട്ടർമാർ നല്ല ധാരണയുള്ളവരാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിശദീകരണം. വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടെ ക്രമക്കേട് പ്രായോഗികമല്ല. എന്നാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട്. പക്ഷേ അടിസ്ഥാനരഹിതമായ പ്രചാരണം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യമായാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. പട്ടിക തയ്യാറാക്കുന്ന ഓരോ ഘട്ടത്തിലും പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ട്. വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ചട്ടപ്രകാരമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. EVM അട്ടിമറികൾ എന്നത് അടിസ്ഥാനരഹിതമാണ്. വോട്ടെടുപ്പിന് മുൻപും വോട്ടെടുപ്പിന് ശേഷവും EVM പരിശോധിക്കുന്നു. മെഷീൻ ആർക്കും ഹാക്ക് ചെയ്യാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ തിരഞ്ഞെടുപ്പിലും വ്യത്യസ്ത ഫലങ്ങളാണ് വന്നത്. ആരോപണങ്ങൾ ഉയർന്നത് തെറ്റിദ്ധാരണ മൂലമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.